മൊത്തം സീനാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിന്ന് ജോക്കുട്ടന്റെ മുടിവെട്ടാണ്. അപ്പൊ നമ്മളിന്ന് മുടിവെട്ടാനുള്ള പരിപാടിയാണ്. മുടിവെട്ടാനുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. മുടി വെട്ടുന്ന ഒരു സാധനമായിട്ട് ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പാവം കൊച്ചിന്റെ യൂട്യൂബ് ചാനലൊക്കെ അല്ലേ, സപ്പോർട്ട് ചെയ്യാം. വെൽവട്ടം അടി പൊട്ടിക്കാ. ഓക്കെ. ഇതാണ് ഡുണ്ടാട്ടി. നമ്മളെ അബദ്ധം കൊണ്ടുവന്നത് എന്താന്ന് വെച്ചാല് മൊത്തം തിന്നു. ഡുണ്ടാട്ടി പിടിച്ചിട്ട് ഞാൻ തിന്നു എന്നൊരു പറ്റിയുണ്ടോ? അപ്പൊ ഗൈസ്, നമ്മൾ ജോക്കുട്ടന്റെ മുടി നമ്മൾ ആദ്യമായിട്ട് വെട്ടാൻ പോവാണ്. വെട്ടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം ഭയങ്കര വിഷയമാണ് ഇവിടെ. ഇവിടെ വെട്ടാൻ നോക്കിട്ട് അവൻ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ജോക്കുട്ടനിവിടെ നല്ല മുടിയൊക്കെ നല്ല സെറ്റപ്പ്, നല്ല മനോഹരമായിട്ട് മുടിയൊക്കെ വെട്ടിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിച്ചേട്ടായി നല്ല അടിപൊളിയായിട്ട് വെട്ടിയിട്ടുണ്ട്. വേണ്ട, നിങ്ങളിത് കാണുവേ. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അവസാനമായപ്പോ അപ്പൊ കുഴപ്പമില്ല ഗൈസ്. എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈല്? ഹെയർ സ്റ്റൈല് നല്ല നല്ല ഹെയർ സ്റ്റൈൽ തന്നെയാണ്. മോഡൽ പരിപാടിയാണത്. ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എങ്ങനെ ടാസ്ക്? സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. വീടുകളിൽ അവരവരുടെ വീടുകളിൽ കുട്ടികളുള്ളവർ ഇല്ലാത്തവർ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ ചോദിക്കുക. അവർ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ അവരൊന്നും പറയുന്നത് നമ്മൾ ഉത്തരവാദിയല്ല ഇതിനകത്ത്. ഞങ്ങളും ചാനലും ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഭയങ്കര കാര്യത്തിലായിരിക്കും, ഒരു രക്ഷയില്ല. നടന്ന് സുന്ദരക്കുട്ടനായി നമ്മളിനി നടന്ന് പോവാ അല്ലേ? നമ്മൾ കുളിക്കാൻ പോവാ ഗൈസ്. കുട്ടി പോയാ കാര്യത്തൊന്നുമില്ല അല്ലേ? അപ്പൊ ഗൈസ്, നമ്മളിപ്പോ മുടിവെട്ടൊക്കെ കഴിഞ്ഞാൽ നമ്മള് ലുലു മാളിൽ പോവുകയാണ്. അപ്പൊ നമ്മുടെ കൂടെ ലിജു, തെറപ്പിൽ ചേച്ചി, ഹരാം ബേബി. അപ്പൊ നമുക്ക് ലുലു മാളിൽ എത്തിയിട്ട് കാണാം. നമ്മളിവിടെ പാവയ്ക്ക പന്തൽ. ആർക്കെങ്കിലും അറിയാമോ? കോട്ടയത്ത് വന്ന എല്ലാവർക്കും നമ്മൾ സ്പെഷ്യലായിട്ട് കാണിച്ചു തരുന്ന സാധനമാണ് നമ്മുടെ പാവയ്ക്ക പന്തൽ. ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു. നല്ല ഒന്നാം തരം സീമ റൗണ്ടാറുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഉണ്ടാക്കിയതാ. പോട്ടെ, സാരമില്ല. റൗണ്ടാന പോയി, പന്തൽ വന്നു. മതി.
ഹാപ്പിയാ. അപ്പൊ ഗൈസ് നമ്മള് മാളിനുള്ളിലെത്തി. നമുക്ക് ഇനി കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാനുണ്ട്. ഒരു അടിപൊളി കാര്യം പറയാനുണ്ടോ? സംഭവം കൊള്ളാം. നമ്മൾ ആക്ച്വലി ചോക്ലേറ്റ് വാങ്ങിക്കാം. ആക്ച്വലി നമ്മൾ പുറത്തുനിന്ന് വന്നതാണ്. ഞാൻ ഒമാനിൽ നിന്ന് വന്നതാണ്. നമ്മൾ സൗത്തിൽ നിന്ന് വന്നതാണ്. ഇവരൊക്കെ സൗത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സംഭവം ഒരുപാട് സെറ്റാവട്ടെ. ഒരുപാട് പേര് റിവ്യൂ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പേര് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. നമുക്ക് അത്രയൊന്നും പറയാനൊന്നും അറിയത്തില്ല. നമ്മുടെ ബിസിനസ്സും പരിപാടികളൊന്നും അല്ലത്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഉള്ള എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ അവിടെ നിന്ന് പോയി കേട്ടി സാധനം കൊണ്ടുവന്നു ഒരു കാര്യമില്ലായിരുന്നു. ഇവിടെ വന്ന് മേടിച്ച് നമുക്ക് ഇവിടെ വായിക്കാൻ കൊടുക്കാൻ മതി. ഇതായിരുന്നു നല്ലത്. വളരെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പോലെ പാവപ്പെട്ടവർ കാണുന്നുണ്ടെങ്കിൽ അവർ അഡ്വൈസ് തോന്നുന്നേ ഉള്ളൂ. വെറുതെ നമ്മൾ ഈ ഫ്ലൈറ്റ് ഞാൻ നോക്കുന്നത് നല്ല കാര്യമില്ല. ചെറിയൊരു ഹാൻഡ് ബാഗിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഇട്ടാൽ മതി. ഇവിടുന്ന് മേടിച്ച് സാധനം കൊടുത്താൽ മതി. ആരും അറിയത്തില്ല. സെയിം സാധനം കേട്ടോ. ഭയങ്കര മടുപ്പത്. ഇവിടെ ലുലുമാളിലൊക്കെ കറണ്ട് പോയി. നാണക്കേട് ചുറ്റും ഒന്ന് കാണിക്കൂടി. ലുലുമാളിൽ കറണ്ട് പോയി. ഫുൾ ടൈം പവർ ഓഫ് ആണ്. ഇപ്പോഴും പോയി 2 പ്രാവശ്യം. നല്ല അടിപൊളി ഇൻഫ്യൂസ്ഡ് ചിക്കൻ ഇടിലോ നല്ല ടേസ്റ്റ് ഉണ്ട്. നാട്ടിലായതുകൊണ്ടേ നമ്മുടെ ആ ഒരു സ്പൈസി അടിപൊളിയായിട്ട് ഇൻഫ്യൂസ് ആയിട്ട് അല്ലേ ചേപ്പാ ഇച്ചിരി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കവർ കൊടുക്കുന്നു. നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ ഗായ്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ പോകാൻ തുടങ്ങിയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കുറച്ച് ഗ്രോസറി ഐറ്റംസ് ആണ് ഞങ്ങൾ. ആരവിടെ സംസാരിക്കുന്നത്? അതുകൂടെ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലോട്ട് പോകുന്നതായിരിക്കും. ഇവിടെ വീട്ടിൽ പോകുന്ന പരിപാടിയാണ്. പെട്ടെന്ന് തീർക്കണം. പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം 7:15. ഇന്നത്തെ പരിപാടിയൊക്കെ അപ്പൊ കഴിഞ്ഞു. ലൈറ്റ് ഇല്ല, അതുകൊണ്ട് അവള് ഫ്ലാഷ് ഉണ്ടാക്കി തന്നേക്കുവാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഗൈസ് നമ്മൾ വീട്ടിലെത്തി. ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മളൊരു കാര്യം പറയണമെന്ന് വെച്ചാൽ നമ്മള് കോട്ടയം ലുലുമാളില് പറ്റുന്നിടത്തോളം ആൾക്കാർ പോവുക, സഹകരിക്കുക. കാരണം നമ്മുടെ കോട്ടയത്തുള്ള ഒരു പരിപാടിയാണ്. ലുലുമാളുമായിട്ട് സഹകരിക്കണം. അല്ലേ? അവൻ കോമഡി അടിക്കാനുണ്ടെങ്കിൽ ഭയങ്കര കോമഡിക്കാരിയാണ്. കോമഡിയൊക്കെ കണ്ടിട്ടാ ഞാനിങ്ങനെ കല്യാണമൊക്കെ. കുഴപ്പമില്ല, പോട്ടെ, സാരിയില്ല. അത് ഡിലീറ്റ് ചെയ്യണമെന്ന് അവള് പറയുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യരുത്. പിന്നെ കുഴപ്പമില്ല, ലുലുമാള് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ പാവപ്പെട്ടവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. കാശുള്ളവർക്ക് വലിയ വിഷയമുള്ള കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇനിയിപ്പം ബുദ്ധിമുട്ടാണ് പോകുന്ന കാര്യം. പിന്നെ അറിയാമല്ലോ, നമ്മളത്ര വലിയ പാവം കൊച്ചിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ വേണം ഞങ്ങൾക്ക്. ലുലുമാള് പോലത്തെ അല്ലെങ്കിൽ ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് എടുക്കണം ഫോർച്യൂണറൊക്കെ. പിന്നെ എല്ലാവരും ലുലുമാളിൽ പോയിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു എന്തെങ്കിലും ഒരു സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മളെ കമൻറ്റിൽ പറ്റുവാണെങ്കിൽ മറ്റേ യൂസഫലി അത് കണ്ടിട്ട് പുള്ളി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ കുഴപ്പമില്ല. ഞങ്ങളുടെ വീഡിയോ പുള്ളി കാണുന്നതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് 35 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും അവർ പുള്ളി അത് കാണും. ഞങ്ങളുടെ സാധനം അവർ കറക്റ്റായിട്ട് കാണും. അത് പുള്ളിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. കുഴപ്പമില്ല, അല്ലേ ഇത്ര നേരം നിന്നാ. അതുകൊണ്ട് അതിൻ്റെതായ പിന്നെ ഈ ലുലുമാളി കറണ്ട് പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു പറഞ്ഞാൽ ഞങ്ങൾ വാട്ടൻകാർക്ക് അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉള്ളതാണേ.
അപ്പോൾ ഞങ്ങളിങ്ങനെ കറണ്ട് പോകേണ്ട കാര്യം ഇല്ലാത്ത ആളെ എന്താണെന്ന് അറിയത്തില്ല. കേട്ടോ, ജോപ്പന് പോലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അതാണ് കേട്ടോ. അല്ല ജോപ്പ? ആ കണ്ടോ, അതാണ് ജോപ്പൻ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വിദേശ രാജ്യങ്ങളായ കുണ്ടല്ലൂർ, കുടുമാഴൂർ അത് പരിപാടിയൊക്കെ കിട്ടുന്ന പോലെ അവിടെ പറ്റിയ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടും. പിന്നെ വരയ്ക്കുന്ന ഒരു കാർഡും കൂടെ കൊണ്ടുപോകണം കൂടെ, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെയാണ് ഇരിക്കുന്ന ഇടയ്ക്കിടയാ. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങള്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.